മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പാടുന്ന ഒരു വിഭാഗക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം മാത്രം ഇങ്ങനെ തുളുമ്പുന്ന ഒരു പാർട്ടിയാണ്. മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. മനുഷ്യനാകാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതാ ഇവിടെ കേരളത്തിലാണല്ലോ ഈ മനുഷ്യനാകണം മനുഷ്യനാകണം എന്നുള്ള പാട്ട് ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത്. ആ കവിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കവി നല്ലൊരു കവിയാണ്, പോട്ടെ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ ഇപ്പോൾ വലിയൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടിരിക്കുന്നത് കൊണ്ടുമൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ പാട്ടെഴുതിയേ പറ്റൂ, പോട്ടെ, നമ്മൾക്കത് അറിയണ്ട. കാരണം എന്ന് വിചാരിച്ചിട്ട് ആ കവിയെ നമ്മൾ മോശക്കാരനാക്കണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കമ്മ്യൂണിസം ഇപ്പോഴും മനുഷ്യ സ്നേഹം തുളുമ്പുന്നത് തന്നെയാണ്. പക്ഷേ നാട്ടിലെ പ്രവർത്തനങ്ങൾ അങ്ങനെ അല്ലല്ലോ. കേരളത്തിൽ ഇപ്പോൾ മനുഷ്യനാകണമെന്ന് പറയുന്ന ഈ പാർട്ടി ഏറ്റവും മനുഷ്യത്വരഹിതമായ, മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത പ്രവൃത്തിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമാ തോമസ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA, അവരേത് പാർട്ടിയുടെ MLA എന്നല്ല നമ്മൾ നോക്കേണ്ടത്. അവർ നമ്മുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ MLA ആണ്. അത് ഏത് പാർട്ടിക്കാരിയും ആയിക്കോട്ടെ. മാത്രമല്ല, ഉമാ തോമസ് എന്നുള്ള വ്യക്തിയുടെ ഈ MLA ആയി വന്നതിന് ശേഷം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രതികരണങ്ങളും അവരുടെ സംസാരങ്ങളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ്. അവരൊരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന തരത്തിലല്ല അവർ നമ്മുടെ കേരള സമൂഹത്തിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉമാ തോമസിന് ഇപ്പോൾ വലിയൊരു അപകടം പറ്റി. അവരുടെ അശ്രദ്ധ കൊണ്ടാണോ, അവിടെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളുടെ തകരാറ് കൊണ്ടാണോ, എന്തായാലും അവരുടെ ഒരു ദുർവിധി എന്ന് പറയാം. അവർ 15 മീറ്റർ മുകളിൽ നിന്നും താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ആ വാർത്തകൾ നമ്മുടെ ചാനലുകളും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ തന്നെ വലിയ പ്രസിദ്ധീകരിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു. അപ്പോഴേക്കും ആ വാർത്തകൾക്ക് കീഴെ കുറേ സഖാക്കൾ, സൈബർ സഖാക്കൾ ചില അഭിപ്രായങ്ങൾ വന്ന് പറഞ്ഞതാണ് ഏറ്റവും അധികം മനുഷ്യത്വരഹിതം എന്ന് പറയുന്നത്. എന്തിന് ഇത്ര ജാഗ്രത, പതുക്കെ കൊണ്ടുപോയാൽ മതി, അങ്ങനെ തുടങ്ങിയ നിരവധി കമൻറ്റുകൾ. എല്ലാത്തിലും കൂടുതലും കമൻറ്റുകളിൽ ആവർത്തിച്ചിരുന്നത് എന്തിനിത്ര വ്യഗ്രത, എന്തിനിത്ര ധൃതി, വ്യഗ്രത എന്ന് പറഞ്ഞാൽ എന്തിനിത്ര ധൃതി, പതുക്കെ പോയാൽ പോരെ. ഇതാണ് കമൻറ്റുകൾ പലതും കൂടുതൽ കൊണ്ടുവന്നത്. ആംബുലൻസ് ഒന്നും വേണ്ട, ഇത്ര ധൃതി എന്തിനാ, പതുക്കെ കൊണ്ടുപോയാൽ പോരെ ആശുപത്രിയിൽ എന്നൊക്കെയാണ് കമൻറ്റുകൾ. അങ്ങനെ ഈ എന്തിനിത്ര ധൃതി, പതുക്കെ പോയാൽ പോരെ എന്ന കമൻ്റാണ് കുറേ വന്നത്. പിന്നെ അതിനുശേഷം വളരെ മോശപ്പെട്ട ചില കമൻറ്റുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ചത്തുവായാൽ എന്ത് കുഴപ്പം, അശ്രദ്ധ കൊണ്ടല്ലേ, വായി നോക്കി നടന്നുകൊണ്ടല്ലേ വീണുപോയത് എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ എല്ലാം വന്നിരിക്കുന്നത് CPM സഖാക്കളുടെ ഭാഗത്ത് നിന്നാണ്, സൈബർ പോരാളികൾ എന്നൊക്കെ പറയുന്ന സഖാക്കളുടെ ഭാഗത്ത് നിന്നാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത കുറേ ആൾക്കാർ. എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ഈ ഒരു വാക്ക് തന്നെ ഇവർ വീണ്ടും ആവർത്തിച്ച് ഈ സൈബർ പോരാളികൾ പറഞ്ഞത് എന്തിനിത്ര ധൃതി, പതുക്കെ പോയാൽ പോരെ എന്ന് ചോദിക്കാൻ കാരണം, ഈ KRailനുമായി ബന്ധപ്പെട്ട് KRailനെ കുറിച്ചൊരു ഒരു അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ ഉമാ തോമസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇത്ര ധൃതിയിൽ യാത്ര ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പതുക്കെയൊക്കെ പോയാലും മതിയല്ലോ, ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാടിന് ആവശ്യമില്ലാത്ത പദ്ധതി എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് അവർ അഭിപ്രായം പറഞ്ഞിരുന്നു. ആ അഭിപ്രായത്തിൽ നിന്നുള്ള ആ വാക്ക് അടർത്തിയെടുത്തിട്ടാണ് ഇപ്പോൾ അവർക്കെതിരെ മനുഷ്യത്വരഹിതമായ കമൻറ്റുകൾ ഈ സഖാക്കൾ നടത്തുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ ഈ സൈബർ സഖാക്കളുടെ കമൻറ്റ് വന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഗുരുതരമായി പരിക്ക് പറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള വാർത്തയുടെ പ്രതികരണമാണിത്. ഈ നികൃഷ്ട ജന്മങ്ങൾ പിന്നെയും പാടും മനുഷ്യനാകണം മനുഷ്യനാകണം, ആദ്യം ഇവരൊക്കെ മൃഗമെങ്കിലും ആകട്ടെ, എന്നിട്ട് മനുഷ്യരാകാൻ ശ്രമിക്കട്ടെ. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതിനെതിരായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്നാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പ്രതികരണമാണ്. CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഈ സൈബർ സഖാക്കളുടെ ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ ഒരു കമന്റിനെതിരായിട്ട് അയാൾ രംഗത്ത് വന്നു. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അയാൾ കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസ് MLA ആണ്, കോൺഗ്രസ് നേതാക്കൻ വേണ്ടി നിൽക്കുകയുള്ളൂ, CPM കമന്റിനെതിരായിട്ടേ അയാൾ സംസാരിക്കൂ, ഓക്കെ. പക്ഷേ ബിനീഷ് കോടിയേരി അങ്ങനെയല്ല. ബിനീഷ് കോടിയേരി ഒരു കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രതികരണമാണ് ബിനീഷ് കോടിയേരി നടത്തിയിരിക്കുന്നത്. ബിനീഷ് കോടിയേരി
കൊടിയേരിയുടെ പോസ്റ്റ് ഇതാ ഇങ്ങനെയാണ്. ശ്രീമതി ഉമാ തോമസിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. നാളെ എനിക്കോ നിങ്ങൾക്കോ സംഭവിക്കാവുന്ന ഒന്ന്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരുടെ മുൻ അഭിപ്രായ പ്രകടനങ്ങൾ എടുത്തുവച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ആധുനിക സമൂഹത്തിലെ മനുഷ്യർക്ക് യോജിക്കാത്തതാണ്. അതെ, മനുഷ്യർക്ക് യോജിക്കാത്തതാണ്. മനുഷ്യരല്ലാത്തവരാണല്ലോ സഖാവേ ബിനീഷെ താങ്കളുടെ ഈ പാർട്ടിയിൽ ഇപ്പോൾ കിടക്കുന്ന കുറേ അനുയായികൾ, സൈബർ പോരാളികളെന്ന് പറയുന്ന നികൃഷ്ട ജീവികളെന്ന് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അങ്ങനെ പിന്നെ ബിനീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഒന്നും കൂടെ വായിക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരുടെ മുൻ അഭിപ്രായ പ്രകടനങ്ങൾ എടുത്തുവച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ആധുനിക സമൂഹത്തിലെ ഒരു മനുഷ്യർക്ക് യോജിച്ചതല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം അവസരത്തിൽ കൂടെ നിൽക്കുക എന്നതാണ് പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ചെയ്യേണ്ടത്. അവിടെയും ഒരു വാക്കുണ്ട്, പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ. ഇവന്മാരെയാണ് ബിനീഷ് കൊടിയേരി പ്രതികരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആരോഗ്യവതിയായി അവർ അവരുടെ കർമ്മമണ്ഡലത്തിൽ വ്യാപൃതയാവട്ടെ എന്നായിരുന്നു ബിനീഷിന്റെ പ്രതികരണം. ഇതാണ് നമ്മൾ ബിനീഷ് കൊടിയേരിയുടെ പ്രതികരണം കാണുന്നത്. ഈ സഖാക്കൾ, ഈ സൈബർ സഖാക്കൾ ഒരുപക്ഷെ കെ റെയിലിനെതിരായിട്ട് ഒരു അഭിപ്രായം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, പ്രതിപക്ഷത്തിലെ പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ, കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ, കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവർ കെ റെയിലിനെതിരായിട്ട് അഭിപ്രായങ്ങൾ പറയും. അതിൽ എന്തിനിത്ര ധൃതി, പതുക്കെ പോയാൽ മതിയല്ലോ നമുക്ക് എന്ന് പറയും. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ എടുത്തിട്ട് അവർ ഇത്രയും ഗുരുതരമായി കിടക്കുമ്പോൾ അതിനെ വച്ചിട്ട് എന്തിന് ഉടനെ കൊണ്ടുപോകുന്നു, ആംബുലൻസ് ഒന്നും വേണ്ടെന്നേ, പതുക്കെ കൊണ്ടുപോയാൽ മതി, അവിടെ കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ലല്ലോ, പിന്നെ വായി നോക്കി നടന്നിട്ടല്ലേ, ആരെയോ കണ്ട് ഇളിച്ചിട്ടല്ലേ മറിഞ്ഞ് വീണത് എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായ പ്രകടനം നടത്തിയാൽ, കമന്റ് ഇട്ടാൽ ഇവരെയൊക്കെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ നികൃഷ്ട ജീവികളെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.